നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ 2 ദിവസം ചെലവഴിച്ച ജയ്പൂരിലെ ഹാർദിക് പാലസ് ഹോട്ടലിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നേരെ അജ്മീറിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ അന്വേഷിച്ചപ്പോൾ ധാരാളം ബസ്സുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ രാവിലെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് ടിക്കറ്റൊക്കെ ഓക്കെ ആയി കിട്ടി. രാവിലെ റോഡ് സൈഡിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം ജയ്പൂരിൽ നിന്ന് 134 കിലോമീറ്ററാണ് അജ്മീറിലേക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ അജ്മീർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ജയ്പൂരിൽ നിങ്ങൾ അജ്മീർക്ക് വരുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അജ്മീറിൽ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഇവിടെ കാണാനുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഓടിച്ചിട്ട് നേരെ ദർഗയിലേക്ക് പോവാണ് കേട്ടോ. മനോഹരമായ കാഴ്ചകളൊക്കെ ഈ റോഡിലൂടെയുള്ള യാത്രയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളെല്ലാം കാണാം. അപ്പം ഞങ്ങളുടെ ഓട്ടോക്കാരൻ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലൊരു റൂം ശരിയാക്കി തരാം, പരമാവധി ചിലവ് ചുരുങ്ങിയിട്ടുള്ള നല്ലൊരു ഹോട്ടൽ തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുരാതന നഗരം തന്നെയാണ് ഈ അജ്മീർ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഹോട്ടലിലെ റൂം. 3110 ആണ് റൂം നമ്പർ. നല്ലൊരു റൂം തന്നെയാണ്. കൂളിങ്ങൊക്കെയുള്ള നല്ല അടിപൊളി റൂം തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. 2500 രൂപയ്ക്കാണ് ഈ റൂം കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 11 മണിയായിക്കണ്. അപ്പോൾ ലിഫ്റ്റൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു സാലഡാണ് ഞങ്ങൾക്ക് ഇവിടെ ആദ്യം കൊടുന്ന് വെച്ച് തന്നിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള അജ്മീറിലെ നോൺ വെജ് ഐറ്റംസ് ആണ്. ഞങ്ങളൊരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു മട്ടൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, റൊട്ടിയും. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇവിടെ. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കഴുതകളെ മേയിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ചിട്ടുള്ളൊരു നഗരി തന്നെയാണിത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കഴുതകളുടെ മുകളിലായിട്ട് ധാരാളം ഇഷ്ടികകൾ വെച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തകർന്നു കിടക്കുന്ന വലിയ കവാടങ്ങളുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഉച്ചയായതിനാൽ തന്നെ നമുക്ക് ധാരാളം ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അജ്മീറിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമുക്കൊന്ന് കണ്ടുവന്നാലോ. അപ്പോൾ അനാസാഗർ ലേക്കിലേക്കാണ് ഞങ്ങളിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനാസാഗർ ലേക്ക് നമ്മൾ റോഡ് സൈഡിൽ കാണാവുന്നതാണ്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു വലിയൊരു തടാകം തന്നെയാണ് ഈ അനാസാഗർ ലേക്ക്. അതിന് തൊട്ടടുത്തുള്ള ഒരു സെൽഫി പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഐ ലവ് അജ്മീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റാച്യു കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സ്റ്റാച്യുവിനോട് ചേർന്നുകൊണ്ട് തന്നെ നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മേഖലയ്ക്ക് സമീപത്തായിട്ട് തന്നെ വലിയൊരു പീക്കോക്കിൻ്റെ ഒരു ശില്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ധാരാളം പനകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. തടാകത്തിൻ്റെ മധ്യഭാഗത്ത് ബരാദാരി എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു മാർബിൾ പവലിയൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 12ാം നൂറ്റാണ്ടിൽ മഹാരാജ അനാജി ചൗഹാൻ നിർമ്മിച്ച ഈ മേഖലയിലെ ഒരു പ്രധാന ലാൻഡ്മാർക്കായും അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അനാസാഗർ ലേക്ക്. അജ്മീറിലെ ജനങ്ങൾക്ക് വെള്ളം നൽകുന്നതിനായി നിർമ്മിച്ച ഈ തടാകം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായി മാറുകയും പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രമായി മാറുകയും ചെയ്തിരിക്കുന്നു. ധാരാളം മീനുകളെ കൂട്ടത്തോടെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഈ തടാകത്തിൽ ബോട്ടിംഗ് സൗകര്യം അവൈലബിൾ ആണ്. കുന്നുകളും പൂന്തോട്ടങ്ങളും ഉൾപ്പെടെയുള്ള മനോഹര പ്രകൃതി ദൃശ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തടാകം കൂടിയാണിത്. ഇതിനു ശേഷം നമ്മൾ പോകുന്നത് നേരെ അജ്മീറിലെ മഹാറാണ പ്രതാപ് സ്മാരകത്തിനടുത്തേക്കാണ്. പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ പുഷ്കറിലേക്കുള്ള വഴിയിലാണ് മഹാറാണ പ്രതാപ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പൃഥ്വിരാജ് സ്മാരകം എന്നും ഈ ഒരു സ്മാരകത്തെ അറിയപ്പെടുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത്. 16ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിലെ മേവാർ രാജ്യം ഭരിച്ചിരുന്ന രജപുത്ര യോദ്ധാവായിരുന്നു മഹാറാണ പ്രതാപ്. അദ്ദേഹത്തിനോടുള്ള സ്മരണയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള പ്രശസ്തമായ ഒരു സ്മാരകം തന്നെയാണിത്. ഇപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാറാണ പ്രതാപ് സ്മാരകത്തിൻ്റെ മുന്നിലാണ്. മുഗൾ ചക്രവർത്തി അക്ബറും മഹാറാണ പ്രതാപും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ 1576 നടന്നിട്ടുണ്ട്. ദൂരെ നിന്നും കാണുന്ന തടാകത്തിന് ചുറ്റുമുള്ള മനോഹര കാഴ്ചകളും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ ഉദ്യാനവും ഫോട്ടോകളും സെൽഫികളും എടുക്കാനുള്ള ഒരു ജനപ്രിയ സ്ഥലം കൂടിയാക്കി മാറ്റുന്നു. മഹാറാണ പ്രതാപ് സ്മാരകം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ അവിടുന്ന് ഇറങ്ങുകയാണ്. നട്ടുച്ചയായിരുന്നാണ് ഇവിടുന്ന് വേഗം പോകുന്നത്.
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മലനിരകളും കാര്യങ്ങളൊക്കെ ഒരു വശത്തുണ്ട്. കൂടാതെ തന്നെ ഒരു ഭാഗത്ത് അനാസാഗർ ലേക്ക്, കൂടാതെ ധാരാളം ഈ വീടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു സൂപ്പർ കാഴ്ച തന്നെ. മഹാറാണ പ്രതാപ് സ്മാരകത്തിലെത്തി നമ്മൾ ഈ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത് അജ്മീറിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മ്യൂസിയം കാണാനായിട്ടാണ്. 1570 അക്ബർ ചക്രവർത്തി നിർമ്മിച്ച കോട്ടയാണ് പിന്നീട് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. വലിയൊരു കവാടത്തിന് സമീപത്തായാണ് ടിക്കറ്റ് കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് 10 രൂപയും വിദേശികൾക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. വലിയൊരു തേനീച്ചക്കൂട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് ഇതൊരു ആയുധപ്പുരയാക്കി മാറ്റുകയും രജപുത്താന ആയുധപ്പുര എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയും ചെയ്തിരുന്നു. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം 1908 മ്യൂസിയമാക്കി മാറ്റിയത്. അജ്മീർ ഗവൺമെൻറ് മ്യൂസിയം എന്നും ഇതറിയപ്പെടുന്നു. കരകൗശല വസ്തുക്കളുടെയും ശില്പങ്ങളുടെയും സമ്പന്നമായ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. രാജസ്ഥാനിലെ അജ്മീറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള ശില്പങ്ങളുടെ ശ്രദ്ധേയമായ ശേഖരത്തിന് പേരുകേട്ടതാണ്. പുരാതനവും മധ്യകാലവുമായി ബന്ധപ്പെട്ട പോട്രി കളക്ഷൻ കൂടാതെ ആഭരണങ്ങളും മോഹൻജദാരോയിൽ നിന്നുൾപ്പെടെയുള്ള വിവിധ ഉത്ഖനനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും മ്യൂസിയത്തിലുണ്ട്. വൈവിധ്യമാർന്ന സാംസ്കാരിക സ്വാധീനങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വെങ്കല ടെറാക്കോട്ട ശലകങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കലാചരിത്രത്തിലും സാംസ്കാരിക പരിണാമത്തിലും താൽപ്പര്യമുള്ളവർക്ക് അജ്മീർ മ്യൂസിയം ഒരു പ്രധാന മുതൽക്കൂട്ട് തന്നെയാണ്. മുഗൾ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ ശൈലികളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന വിവിധ തരത്തിലുള്ള തൂണുകളും വാസ്തുവിദ്യാ ശലകങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ ശിലാകൊത്തുപണികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവിടെ. മ്യൂസിയത്തിൻ്റെ ശില്പശേഖരത്തിലെ പ്രധാന ആകർഷണങ്ങളായി സങ്കീർണമായ കരകൗശല വൈദഗ്ധ്യവും വിശദാംശങ്ങളും പ്രദർശിപ്പിക്കുന്ന ഹിന്ദു ദേവതകളുടെ അതിമനോഹരമായ കൊത്തുപണികൾ മ്യൂസിയത്തിലുണ്ട്. ഈ ശില്പങ്ങൾ പലപ്പോഴും ദേവന്മാരെയും ദേവതകളെയും അവയുടെ കഥകളെയും സൂചിപ്പിക്കുന്നു. കലാപൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന പുരാണ കഥാപാത്ര ശില്പങ്ങളുടെ വലിയ ശേഖരങ്ങൾ അക്കാലത്തെ കരകൗശല വിദഗ്ധരുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്നത് കൂടാതെ അജ്മീറിലെ ജനങ്ങളുടെ മതപരവും സാമൂഹികവുമായ ആചാരങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും നൽകുന്നതാണ്. തികച്ചും വ്യത്യസ്തമായ കാലങ്ങളെ സൂചിപ്പിക്കുന്ന ശില്പങ്ങളിൽ ഗണേശ, നക്ഷത്ര പാനൽ, വരാഹശില്പം, വിഷ്ണു, ബ്രഹ്മ എന്നിവ കൂടാതെ വൈവിധ്യമാർന്ന പെയിന്റിങ്ങുകളുടെ ശേഖരം തന്നെയുള്ള ഈ മ്യൂസിയത്തിൽ സങ്കീർണമായ വിശദാംശങ്ങൾക്കും നിറങ്ങൾക്കും പേരുകേട്ട അതിമനോഹര മിനിയേച്ചർ പെയിന്റിങ്ങുകൾ ധാരാളം പ്രദർശിപ്പിച്ചിരിക്കുന്നു. മുഗൾ രജപുത്ര കാലഘട്ട കലാകാരന്മാരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങൾ, രാജകീയ കോടതികൾ, ദൈനംദിന ജീവിതങ്ങൾ എന്നിവ കലാസൃഷ്ടികളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ജൈനമതത്തിൻ്റെ ആത്മീയവും കലാപരവുമായ പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ജൈനശില്പങ്ങളും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. ഇവയിൽ പലതും മികച്ച കലാസൃഷ്ടിയും വിശദാംശങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. ശില്പങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മളിനി പോകുന്നത് വെപ്പൺ ഗാലറിയിലേക്കാണ്. പലതരത്തിലുള്ള അമ്പും വില്ലുകൾ, കടാരകൾ, വാളുകൾ, കട്ടർ, ദാൽ, ജാഗ്നോർ, ഫാർസ എന്നീ വിഭാഗത്തിലുള്ള വിവിധ ഭരണാധികാരികളും യോദ്ധാക്കളും ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ മനോഹരമായി തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള തോക്കുകളുടെ ഒരു ശേഖരം ആ പ്രദേശത്തെ ആയുധങ്ങളുടെ പരിണാമത്തെയും ഈ ശേഖരം ചിത്രീകരിക്കുന്നു. 1562 1579 ഇടയിൽ അജ്മീറിലെ മൗനുദ്ദീൻ ചിസ്തി എന്ന സൂഫി ദേവാലയത്തിലേക്ക് അക്ബർ ചക്രവർത്തി 17 തീർത്ഥാടനങ്ങൾ നടത്തിയെന്നാണ് പറയപ്പെടുന്നത്.
പുരാതന ശില്പങ്ങൾ മുതൽ സങ്കീർണമായ മുഗൾ ചിത്രങ്ങൾ വരെ ഓരോ പ്രദർശനവും രാജസ്ഥാന്റെ ആകർഷകമായ ഭൂതകാലത്തിന്റെ കഥ പറയുന്നു. സൂഫിസത്തിന്റെ കേന്ദ്രം എന്ന നിലയിൽ അജ്മീറിന്റെ പ്രാധാന്യം മ്യൂസിയത്തിലൂടെ എടുത്തു കാണിക്കുന്നു എന്ന് തന്നെ പറയണം. കൊട്ടാര ഉദ്യാനവും ചുറ്റുഭാഗവും വളരെ വൃത്തിയോടെയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് ചൗഹാന്റെ അമ്പും വില്ലും എടുത്തിട്ടുള്ള ഒരു പ്രതിമയും നമുക്കിവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ കമൻറ്റ് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.